ഹായ് നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും G2 മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ലോക സിനിമയുടെ ദിവസങ്ങൾക്ക് ശേഷം തിങ്കളാഴ്ച ദിവസം എത്രത്തോളം കളക്ഷൻ വന്നു, അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള അവസാനത്തെ ഒരു കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇന്ന് ചൊവ്വാഴ്ച ദിവസം വർക്കിംഗ് ഡേ ആയിട്ട് പോലും എത്രത്തോളം ബുക്കിംഗ് ഉണ്ട്, പടം വീണോ ഇല്ലയോ, വർക്കിംഗ് ഡേയിൽ പടം താഴോട്ട് പോയോ എന്നൊക്കെ ഉള്ളതാണ് നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഈ സിനിമയ്ക്ക് നിലവിലുണ്ടായിരിക്കുന്ന റെക്കോർഡുകൾ ഇനി മറികടക്കേണ്ട ഒരുപാട് കടമ്പകളുണ്ട്. അതെല്ലാം മറികടക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ ആണ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്നവരും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ആയും പ്രതീക്ഷിക്കും. മൂന്നാമത്തെ ദിവസത്തെ ഒരു ബുക്കിംഗ് നിലവാരം നോക്കിക്കഴിഞ്ഞാൽ വർക്കിംഗ് ഡേ ഒക്കെ തുടങ്ങി തിങ്കളും കഴിഞ്ഞ് ചൊവ്വാഴ്ച ദിവസം എത്തി. വർക്കിംഗ് ഡേയിൽ പോലും യാതൊരുവിധ കോട്ടവും അല്ലെങ്കിൽ താഴോട്ട് പോകും ബുക്കിങ്ങിൽ കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൊച്ചി സിറ്റിയിൽ 130 ഷോയിലധികം ഫാസ്റ്റ് ഫീഡിങ് ഇന്നത്തെ ദിവസവും നമുക്ക് കാണാൻ സാധിക്കുന്നു. ട്രിവാൻഡ്രത്താവട്ടെ 90 ഷോ ഫാസ്റ്റ് ഫീഡിങ്ങും, കോഴിക്കോട് 40 ഷോ ഫാസ്റ്റ് ഫീഡിങ്ങും, തൃശ്ശൂർ 45 ഷോ ഫാസ്റ്റ് ഫീഡിങ്ങും, കൊല്ലത്ത് 8 ഉള്ള ഷോ മൊത്തം ഫാസ്റ്റ് ഫീഡിങ് ഏകദേശം 48 ഷോ ഫാസ്റ്റ് ഫീഡിങ് ആണ് കൊല്ലത്ത് കാണുന്നത്. കോട്ടയത്ത് 12 ഷോ ഫാസ്റ്റ് ഫീഡിങ്ങും, പത്തനംതിട്ടയിൽ 10 ഷോ ഫാസ്റ്റ് ഫീഡിങ്ങും, പാലക്കാട് 10 ഷോ ഫാസ്റ്റ് ഫീഡിങ്, ആലപ്പുഴയിൽ 40 ഷോ ഫാസ്റ്റ് ഫീഡിങ്. അവിടെ ആകെ 50-52 ഷോ ഉള്ളതിൽ 40 ഷോയും ഫാസ്റ്റ് ഫീഡിങ്ങും ഉച്ചവരെയുള്ള കണക്ക് പ്രകാരം ഉച്ച കഴിഞ്ഞപ്പം തന്നെ ഉണ്ട്. അങ്ങനെ കേരളമൊട്ടാകെ ചെറുതും വലുതുമായിട്ട് ഇന്നും 13ാമത്തെ ദിവസവും വർക്കിംഗ് ഡേയിലും 600-ലധികം ഷോ ഫാസ്റ്റ് ഫീഡിങ് ഇന്നത്തെ ദിവസവും ഉണ്ടെന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അപ്പം യാതൊരുവിധ തരത്തിലുള്ള വലിയൊരു കോട്ടവും ഈ സിനിമയ്ക്ക് തട്ടിയിട്ടില്ല. കേരളത്തിന് പുറത്തും മോശമല്ല. ബാംഗ്ലൂർ സിറ്റിയിൽ 50 ഷോയിലധികം ഫാസ്റ്റ് ഫീഡിങ് ഇന്നത്തെ ദിവസവും കാണുന്നുണ്ട്. ചെന്നൈയിൽ 30 ഷോയോളം ഫാസ്റ്റ് ഫീഡിങ് ഇന്നും കാണുന്നുണ്ട്. ഹൈദരാബാദ് ബാക്കി എല്ലാ പ്രധാനപ്പെട്ട സിറ്റികളിലും കൂടെ 100 ഷോയിലധികം ഫാസ്റ്റ് ഫീഡിങ് ആണ് കേരളത്തിന് പുറത്ത് ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ ഉള്ളത്. മൊത്തം 700-800 റേഞ്ചിലുള്ള ഫാസ്റ്റ് ഫീഡിങ് കൗണ്ട് ഈ 13ാമത്തെ ദിവസം വർക്കിംഗ് ഡേയിലും കാണുന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്ത്യ ഒട്ടാകെ തന്നെ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇനി ഇതിന്റെ ഒരു കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമ ഇറങ്ങി 12ാമത്തെ ദിവസമായിരുന്നു ഇന്നലെ. വർക്കിംഗ് ഡേ ആയിരുന്നു. ആദ്യമായിട്ട് അവധി ദിവസങ്ങൾക്ക് ശേഷം ഒരു വർക്കിംഗ് ഡേയിലേക്ക് കടന്നൊരു ദിവസമായിരുന്നു ഇന്നലെ എന്ന് പറയുന്നത്. ബാംഗ്ലൂർ സിറ്റിയിൽ 40 ലക്ഷം രൂപയോളം സ്വന്തമാക്കി. മൊത്തം അവിടെ 12 ദിവസം കൊണ്ട് 9,38 ലക്ഷം രൂപ എത്തിയിരിക്കുകയാണ്. ആന്ധ്രാപ്രദേശ്, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 50 ലക്ഷം രൂപയോളം സ്വന്തമാക്കി മൊത്തം 11,95 ലക്ഷം രൂപയും എത്തിയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നാവട്ടെ 65 ലക്ഷം രൂപ ഇന്നലെ 12ാമത്തെ ദിവസം വർക്കിംഗ് ഡേയിലും സ്വന്തമാക്കി മൊത്തം 12,60 ലക്ഷം രൂപയും എത്തിയിരിക്കുകയാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കൂടെ, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം കൂടെ നോക്കുമ്പോൾ 30 ലക്ഷം രൂപയോളം സ്വന്തമാക്കി 5,32 ലക്ഷം രൂപയാണ് 12 ദിവസത്തെ കളക്ഷൻ. സ്വന്തം നാടായ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ ഒട്ടും മോശമാക്കിയില്ല. 5,10 ലക്ഷം രൂപ 12ാമത്തെ ദിവസമായ വർക്കിംഗ് ഡേ ആയ തിങ്കളാഴ്ച ദിവസവും സ്വന്തമാക്കിയതായിട്ടാണ് കാണുന്നത്. അങ്ങനെ കേരള കളക്ഷൻ 64 കോടി രൂപയാണ് 12 ദിവസം കൊണ്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യ ഒട്ടാകെ 6,95 ലക്ഷം രൂപ നേടിയപ്പോൾ 12 ദിവസം കൊണ്ട് നേടിയതാവട്ടെ 103,25 ലക്ഷം രൂപയാണ്. വിദേശ രാജ്യത്തെ കളക്ഷൻ കുറച്ചുകൂടെ ചിലപ്പോൾ അപ്ഡേറ്റ് ആയേക്കാം. അവസാനത്തെ ഒരു അപ്ഡേറ്റ് പ്രകാരം 2,75 ലക്ഷം രൂപയാണ് വിദേശ രാജ്യത്തെ കളക്ഷൻ. 12 ദിവസം കൊണ്ട് വിദേശത്ത് നിന്നും തൂക്കിയത് 93,75 ലക്ഷം രൂപയാണ്. അപ്പൊ ഇന്നൊരു ചരിത്ര നേട്ടം കൈവരിച്ചത് മറ്റൊന്നുമല്ല, ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും 100 കോടി ക്രോസ് ചെയ്ത് 104 കോടി രൂപയ്ക്ക് അടുത്തുള്ള കളക്ഷൻ എത്തിയിരിക്കുകയാണ് വെറും 12 ദിവസം കൊണ്ട് തന്നെ. അപ്പം ഇതൊക്കെയാണ് ഇന്നലത്തെ ഒരു കളക്ഷൻ റിപ്പോർട്ടിലൂടെ. മൊത്തത്തിൽ വേൾഡ് വൈഡ് ആയിട്ട് 9,70 ലക്ഷം രൂപ ഇന്നലെ നേടിയപ്പോൾ 10 കോടിക്ക് ജസ്റ്റ് താഴെ നിൽപ്പുണ്ട്. മൊത്തം 197 കോടി രൂപയും എത്തിയിരിക്കുകയാണ് 12 ദിവസത്തെ കളക്ഷൻ. ഇന്ന് രാവിലത്തെ ഷോ കൗണ്ട് അല്ലെങ്കിൽ ഉച്ചയോടുകൂടി തന്നെ എന്തായി 200 കോടി ഓൾറെഡി ക്രോസ് ചെയ്ത് മുന്നോട്ട് പോയി. 200 കോടി കടക്കുന്ന 4ാമത്തെ ചിത്രമായിട്ട് മാറാനായിട്ട് ലോക സിനിമയ്ക്ക് സാധിച്ചു. എമ്പുരാൻ, തുടരും, മഞ്ഞുമൽ ബോയ്സ് ഈ സിനിമകൾക്ക് ശേഷം 4ാമത്തെ സിനിമയായിട്ട് ലോക സിനിമ 200 കോടി ക്ലബിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇതിന്റെ പേരിലുള്ള റെക്കോർഡുകൾ അല്ലെങ്കിൽ ഇത് മറികടക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ സംശയമായിട്ട് നിൽക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. ഒന്ന്, 20 കോടിയിലധികം കളക്ഷൻ നേടിയ 4 ദിവസം ലോക സിനിമയ്ക്കുണ്ട്. എമ്പുരാൻ സിനിമയ്ക്ക് 5 ദിവസം 20 കോടിയിലധികം വന്നെങ്കിൽ ലോക സിനിമ തൊട്ട് താഴെ എത്തി. കഴിഞ്ഞ 20 കോടിയിലധികം കളക്ഷനുമായിട്ട് വേൾഡ് വൈഡ് കളക്ഷൻ 20 കോടിയിലധികം നേടി. ആ റെക്കോർഡ് ലാലേട്ടനൊപ്പം കിടപിടിച്ച് നിൽക്കുന്ന രീതിയിലേക്ക് എത്തിയിരുന്നു. തൊട്ട് താഴെ തുടരും സിനിമ 2-3 ദിവസമാണ്. പിന്നെ നമ്മുടെ മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം ആണ് മറ്റൊരു സിനിമ. അത് 1 ദിവസമാണ് 20 കോടിയിലധികം രൂപ
നേടിയത്. പിന്നെ മറ്റൊരു റെക്കോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരള ടോപ്പ് 10 ലിസ്റ്റിൽ, അതായത് കേരളത്തിൽ നിന്ന് മാത്രം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്നതിൽ 10ാം സ്ഥാനത്തേക്ക് ഇന്നലത്തെ കളക്ഷനോട് കൂടി എത്തിയിരിക്കുകയാണ്. 10ാം സ്ഥാനത്ത് ലൂസിഫർ സിനിമയായിരുന്നു, 63 കോടിയായിരുന്നു. അതിനെ മറികടന്നിട്ടാണ് ഇപ്പോൾ 64 കോടിയുമായിട്ട് ലോക സിനിമ 10ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. 1ാം സ്ഥാനത്ത് എത്തുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ടറിയണം, കാത്തിരുന്ന് കാണാം. ഇനി ഓവർസീസ് കളക്ഷന്റെ കാര്യത്തിൽ 94 കോടി രൂപയായിട്ട് നിന്ന തുടരും സിനിമയെ മറികടന്ന് 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് 140 കോടിയിലധികം നേടി എമ്പുരാൻ സിനിമയാണ്. ആ സിനിമയെ മറികടക്കുകയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക. എന്തായാലും ഇപ്പം 2ാം സ്ഥാനത്ത് തുടരും സിനിമയെ മറികടന്ന് ലോക സിനിമ എത്തിയിരിക്കുകയാണ്. എമ്പുരാനെ തകർക്കുമോ എന്നുള്ളത് സംശയമാണ്. കാരണം ഇനിയും വേണം 40 കോടിയിലധികം. നേടുകയോ ഇല്ലയോ എന്നുള്ളത് പറയാൻ പറ്റത്തില്ല, കാത്തിരിക്കാം. ഇനി മറ്റൊരു റെക്കോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 100 കോടി കടന്ന സിനിമകളിൽ ആവേശം 101 കോടിയായിരുന്നു. അതിനെ മറികടന്നിട്ടാണ് 104 കോടി രൂപയ്ക്ക് അടുത്ത കളക്ഷനുമായിട്ട് 6ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇനി ഇതിന് മറികടക്കേണ്ടതായിട്ടുള്ളത് 5 സിനിമകളുണ്ട്. ഒന്ന് പുലിമുരുകനാണ്, 106 കോടിയാണ്. അത് ഇന്നത്തെ കളക്ഷനോടുകൂടി മറികടക്കും. 2018 മറ്റൊന്ന് 4ാം സ്ഥാനത്ത്, അതിനെ മറികടക്കും. 107 കോടിയാണ്. അത് ഇന്നത്തെ കളക്ഷനോടുകൂടി മറികടക്കും. പിന്നെ എമ്പുരാൻ 120 കോടി രൂപയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ കളക്ഷനായിട്ട് തൂക്കിയത്. അതും ഏകദേശം മറികടക്കാനുള്ള സാധ്യതയുണ്ട് ലോക. പിന്നെ ഉള്ളത് 141 കോടി. അത് ഇച്ചിരി സംശയമാണ്. അത് തുടരും സിനിമയാണ്, ലാലേട്ടൻ്റെ സിനിമ. തുടരും സിനിമ 141 കോടി രൂപയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത്. ചിലപ്പോൾ മറികടക്കാനുള്ള സാധ്യതയുണ്ട്, നമുക്ക് കാത്തിരിക്കണം. അടുത്ത ഞായറോടുകൂടി ഏകദേശം ഒരു എവിടെ വരെ പോകുന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് ആണ്. 167 കോടി രൂപയുമായി 1ാം സ്ഥാനത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു മലയാള സിനിമയായിട്ട് മഞ്ഞുമൽ ബോയ്സ് ആണ് നിൽക്കുന്നത്. അപ്പം ഇത്രയധികം റെക്കോർഡുകളിലേക്കൊക്കെ കാട് വെച്ച് കഴിഞ്ഞു ഏത് ലോക സിനിമ. കേരളത്തിലെ ടോപ്പ് 10 ലിസ്റ്റിൽ 10ാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. അതിന് 1ാം സ്ഥാനത്തേക്ക് എത്തുമോ? ഓവർസീസ് കളക്ഷനിൽ ഓൾറെഡി 2ാം സ്ഥാനത്തെത്തി. LT എമ്പുരാൻ തീർത്ത 140 കോടിയിലധികം, അത് മറികടക്കുമോ? ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്നതിൽ 6ാം സ്ഥാനത്തേക്ക് ചൂട് വെച്ച് കഴിഞ്ഞു. അത് 1ാം സ്ഥാനത്തെത്തുമോ? ഇത്രയും റെക്കോർഡുകളിലേക്കൊക്കെ കാല് വെച്ച് കഴിഞ്ഞു. അതിൻ്റെ ആ റെക്കോർഡുകൾ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. എന്തായാലും ഒരു 240-250 കോടി റേഞ്ചിലുള്ള കളക്ഷൻ വന്ന് 2ാം സ്ഥാനത്ത് എമ്പുരാന് തൊട്ട് താഴെ എന്തായാലും ഉറപ്പായിട്ട് എത്തും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതായത് തുടരും മഞ്ഞുമൽ ബോയ്സ് സിനിമകളെ മറികടക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്തുക. ചിലപ്പോൾ 1ാം സ്ഥാനത്ത് എത്തിയേക്കാം. എന്താ അല്ലേ? ദുൽഖറും കല്യാണ പ്രിയദർശൻ മോസിന് ഭാഗ്യം തന്നെ, അപാരം തന്നെ. ഒരു മുതൽക്കൂട്ട് സിനിമ ലോകത്തിന് സമ്മാനിച്ച സിനിമയാണ്. അതുകൊണ്ട് തന്നെ ലോക സിനിമ ഒരുപാട് ഉയരങ്ങൾ താണ്ടി മുന്നോട്ട് പോട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ